ചടുലമായ നൃത്തച്ചുവടുകളിലൂടെ തെന്നിന്ത്യയെ മുഴുവൻ അമ്പരപ്പിക്കുന്ന നടനാണ് ജൂനിയർ NTR. അദ്ദേഹത്തിന്റെ മാസിനേക്കാൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാനിഷ്ടം ഡാൻസ് തന്നെയായിരിക്കും. ദേവര എന്ന അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിന്റെയും പ്രധാന ആകർഷണ ഘടകവും തകർപ്പൻ നൃത്തച്ചുവടുകളും മാസ് രംഗങ്ങളുമാണ്. ആക്ഷൻ രംഗങ്ങളും ഇമോഷനും ചേർന്ന് നിൽക്കുന്ന ആദ്യ പകുതിയും മാസ് രംഗങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ രണ്ടാം പകുതിയുമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പശ്ചാത്തല സംഗീതത്തിലൂടെ അനിരുദ്ധ് രവിചന്ദറും ഞെട്ടിച്ചു. അച്ഛനായും മകനായും എത്തി പെർഫോമൻസ് ബാലൻസ് ചെയ്തിട്ടുണ്ട് ജൂനിയർ NTR. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടേറെ മാസ് ഡയലോഗുകളും ചിത്രത്തിൽ നൽകിയിട്ടുണ്ട് സംവിധായകൻ. ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമ തന്നെയാണ് ദേവരായും. അതിൽ നിന്ന് ഒരംശം പോലും മാറി നിൽക്കാൻ ചിത്രത്തിന് ആയിട്ടില്ല. കൊരട്ടാല ശിവയാണ് ദേവര കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. യാതൊരുവിധ പുതുമയോ സസ്പെൻസോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത കഥയാണ് ചിത്രത്തിൻ്റെത്. ജൂനിയർ NTR അവതരിപ്പിക്കുന്ന ദേവര, വര എന്നീ കഥാപാത്രങ്ങളിലൂടെയും സെയ്ഫ് അലി ഖാന്റെ ഭൈറ എന്ന കഥാപാത്രത്തിനെയും ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ടു പോകുന്നത്. കടലാണ് ദേവരയുടെ കഥയ്ക്ക് പശ്ചാത്തലമാകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകന് ഊഹിച്ചെടുക്കാവുന്ന കഥയും കഥാസന്ദർഭങ്ങളും തന്നെയാണ് ചിത്രത്തിന്റെ പോരായ്മകളിലൊന്ന്. ഒട്ടും ശക്തമല്ലാത്ത തിരക്കഥയും ചിത്രത്തിന് വെല്ലുവിളിയായി. സംവിധാനത്തിലും അത്ര വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സംവിധായകൻ ശ്രമിച്ചിട്ടില്ല. ആദ്യ പകുതിയേക്കാൾ മികച്ചു നിന്നത് രണ്ടാം പകുതി തന്നെയാണ്. നിറയെ മാസ് രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് രണ്ടാം പകുതി. എടുത്തു പറയേണ്ട ഒന്ന് സംഭാഷണങ്ങളാണ്. തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ നിറയെ പഞ്ച് ഡയലോഗുകളുണ്ട് സിനിമയിൽ. പഞ്ച് ഡയലോഗുകൾ കൊണ്ട് ദേവര എന്ന കഥാപാത്രം ആദ്യം മുതൽ തന്നെ സ്കോർ ചെയ്യുന്നുമുണ്ട്. സാധാരണ തെലുങ്ക് സിനിമകളിൽ കാണുന്നത് പോലെ വ്യത്യസ്ത തരത്തിലുള്ള പലതരം ആയുധങ്ങളെയും പ്രേക്ഷകന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് സംവിധായകൻ. ദേവരയുടെ കഥാപാത്രങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ മനുഷ്യർ മാത്രമല്ല ഉള്ളത്. വലിയൊരു മലയും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്കടലും വേട്ടക്കാരനെ പോലെ പായുന്ന സ്രാവുമൊക്കെ കഥാപാത്രങ്ങളാണ്. മനുഷ്യരക്തം ഒഴുകി ചെങ്കടലായി മാറുന്ന കടലിനെക്കുറിച്ചും ദേവര പറയുന്നുണ്ട്. ചിത്രത്തിന്റെ പകുതിയിലേറെ കാര്യങ്ങളും ഈ കടലിനെ ചുറ്റിപ്പറ്റിയാണ് സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയുധങ്ങൾക്ക് ചിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ സംവിധായകൻ കൊടുത്തിട്ടുണ്ട്. വർഷാവർഷം മല്ലയുദ്ധത്തിൽ പങ്കെടുത്ത് ജയിക്കുന്ന ഗ്രാമത്തിനായിരിക്കും ഈ ആയുധങ്ങൾ കൈവയ്ക്കാൻ അവകാശം. ആയുധങ്ങളാണ് ഐശ്വര്യമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനതയെയും സംവിധായകൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ദേവര എന്ന ചിത്രത്തിനായി പ്രേക്ഷകരുടെ കാത്തിരിപ്പിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കാസ്റ്റിംഗ് തന്നെയായിരുന്നു. ജൂനിയർ NTR, സെയ്ഫ് അലി ഖാൻ, ജാൻവി കപൂർ തുടങ്ങിയ താരനിര തന്നെയായിരുന്നു ഈ ഹൈപ്പിന് കാരണവും. ജൂനിയർ NTRന്റെ പെർഫോമൻസ് തന്നെയാണ് സിനിമയെ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോകുന്നതും. മാസും ക്യൂട്ട്നെസ്സും ഒക്കെയായി അച്ഛൻ ദേവരയായും മകൻ വരയായും അദ്ദേഹം തിളങ്ങി. ദേവരയ്ക്കൊത്ത വില്ലനായാണ് സെയ്ഫ് അലി ഖാനെ ചിത്രത്തിലെത്തിച്ചിരിക്കുന്നത്. എന്നാൽ വലിയ ഡയലോഗുകളോ അതിഗംഭീര പെർഫോമൻസോ ഒന്നും സെയ്ഫിന് ചിത്രത്തിൽ ചെയ്യാനില്ലായിരുന്നു. തെലുങ്കിലെ തന്നെ അടുത്തിടെ പുറത്തിറങ്ങിയ മറ്റ് ചിത്രങ്ങളിലെ വില്ലന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ സെയ്ഫ് അലി ഖാന്റെ കാസ്റ്റിംഗും പെർഫോമൻസും നിരാശപ്പെടുത്തിയെന്ന് വേണം പറയാൻ. യാതൊരു കാര്യവുമില്ലാതെ ചിത്രത്തിലേക്ക് കടന്നു വന്ന ഒരു കഥാപാത്രമാണ് ജാൻവിയുടേത്. നല്ലൊരു പ്രണയരംഗം പോലും ജാൻവിക്ക് ചിത്രത്തിൽ ഇല്ലാതെ പോയി. വെറും ഗ്ലാമർ പ്രദർശനത്തിലേക്ക് മാത്രം ജാൻവി ഒതുങ്ങി. പ്രകാശ് രാജ്, കലയരസൻ, മുരളി ശർമ്മ തുടങ്ങിയവരും അവരവരുടെ ഭാഗങ്ങൾ മികച്ചതാക്കി. മലയാളത്തിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയും സുധേവ് നായരും നരയനും ചിത്രത്തിലെത്തുന്നുണ്ട്. തെലുങ്ക് അരങ്ങേറ്റത്തിൽ സ്ക്രീൻ സ്പേസ് ഉള്ള കഥാപാത്രം തന്നെയായിരുന്നു ഷൈനിൻ്റേത്. പ്രേക്ഷകരിൽ ചെറിയ ചിരി സമ്മാനിക്കാനും ഷൈൻ്റെ കഥാപാത്രത്തിനായി. സുധേവിൻ്റെ പെർഫോമൻസും കയ്യടി നേടി. കുറച്ച് ഭാഗമേ ഉള്ളൂവെങ്കിലും നരയൻ്റെ പ്രകടനവും അഭിനന്ദനാർഹമാണ്. ചിത്രത്തിൻ്റെ മെയിൻ VFX തന്നെയാണ്. എന്നാൽ പലയിടങ്ങളിലും ഒരു പെർഫെക്ഷൻ നിലനിർത്താൻ VFX ടീമിന് ആയിട്ടില്ല. മാസ് രംഗങ്ങളിൽ തന്നെയാണ് ഈ പോരായ്മ കൂടുതൽ അനുഭവപ്പെട്ടതും. വെള്ളത്തെ ചുറ്റിപ്പറ്റിയുള്ള രംഗങ്ങളൊന്നും അത്ര മികച്ച രീതിയിൽ വർക്കൗട്ടായിട്ടില്ല. ഇനി ആക്ഷനിലേക്ക് വന്നാൽ മാസ് രംഗങ്ങൾ തന്നെയാണ് സംവിധായകൻ ആക്ഷൻ പ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. രണ്ടാം പകുതിയിലെ ജൂനിയർ NTRന്റെ ആക്ഷൻ രംഗങ്ങളെല്ലാം മികച്ചതായി. പ്രത്യേകിച്ച് സ്രാവിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ മാസ് രംഗമൊക്കെ കോരിത്തെരിപ്പിക്കും. ചിത്രത്തിൽ ഏറ്റവും കയ്യടി കൊടുക്കേണ്ട ഒന്ന് ഛായാഗ്രഹണത്തിന് തന്നെയാണ്. വിഷ്വലി ചിത്രം മികവ് പുലർത്തിയിരിക്കുന്നതിന്റെ ക്രെഡിറ്റ് ഛായാഗ്രഹണത്തിന് തന്നെ കൊടുക്കണം. മനോഹരമായ ചില ഫ്രെയിമുകളൊക്കെ ഛായാഗ്രാഹകൻ R രത്നവേലു പകർത്തിയിട്ടുമുണ്ട്. സിനിമയ്ക്കൊപ്പം തന്നെ സഞ്ചരിക്കുകയായിരുന്നു അനിരുദ്ധിന്റെ പശ്ചാത്തല സംഗീതവും. പ്രകടനം കൊണ്ടോ ഡയലോഗ് കൊണ്ടോ സീനുകളിലോ ഒന്നും മികവ് പുലർത്താൻ കഴിയാതിരുന്നിടത്തെല്ലാം അനിരുദ്ധിന്റെ പശ്ചാത്തല സംഗീതം സ്കോർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ശരാശരി കാഴ്ച അനുഭവം മാത്രമാണ് ദേവര പാർട്ട് 1.
രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കാനുള്ള ഒരു പ്രതീക്ഷ പോലും നൽകാതെയാണ് സിനിമ നിർത്തിയിരിക്കുന്നതെന്ന കാര്യവും നിരാശയോടെ പറയേണ്ടി വരും. ചിത്രത്തിന്റെ ക്ലൈമാക്സ് കണ്ട് മറ്റേതെങ്കിലും ചിത്രത്തോട് സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണെന്ന് പറഞ്ഞൊഴിയാനേ തൽക്കാലം നിവർത്തിയുള്ളൂ. കഥയോ ലോജിക്കോ ഒന്നും നോക്കാതെ ഒരു തെലുങ്ക് മാസ് ആക്ഷൻ ചിത്രം കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ദേവര പാർട്ട് 1 ടിക്കറ്റ് എടുക്കാം.